ഡൽഹി മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന ചോദ്യങ്ങൾക്ക് പിന്നാലെ ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. BJPയുടെ നീക്കങ്ങൾ എപ്പോഴും വളരെ സർപ്രൈസിംഗ് ആണ്. BJP എങ്ങനെ ചിന്തിക്കുന്നു, എന്ത് ചിന്തിക്കുന്നു എന്ന് ആർക്കും തന്നെ അറിയാൻ സാധിക്കില്ല. പല അഭ്യൂഹങ്ങളും പല ആൾക്കാരും പരത്തുമെങ്കിലും ഡൽഹിയിലെ മുഖ്യമന്ത്രി വനിതാ മുഖ്യമന്ത്രിയായിരിക്കും, അല്ലെങ്കിൽ ഡൽഹിയിൽ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് പർവേഷ് വർമ്മയായിരിക്കും എന്നിങ്ങനെയുള്ള അഭ്യൂഹങ്ങൾ പരത്തുമെങ്കിലും BJP ആരെയാണ് മനസ്സിൽ കണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഒരു സൂചന പോലും മാധ്യമങ്ങൾക്കോ മാധ്യമപ്രവർത്തകർക്കോ അല്ലെങ്കിൽ മറ്റനുബന്ധപ്പെട്ട ആൾക്കാർക്കോ ലഭിക്കില്ല എന്നുള്ളത് ഒരു പച്ചയായിട്ടുള്ള വസ്തുതയാണ്. അത് പല കാര്യങ്ങളിലും നമ്മൾ കണ്ടതാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ അത് കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്ന ഒരു സൂചന എന്ന് പറയുന്നത് 27 വർഷത്തിന് ശേഷം ഡൽഹിയിൽ അധികാരത്തിൽ വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രി ഫെബ്രുവരി 8 മുതൽ ഊഹാപോഹങ്ങൾ ആരായിരിക്കും എന്നുള്ള പ്രചരണങ്ങൾക്കിടയിൽ പർവേഷ് വർമ്മയായിരിക്കും. കാരണം പർവേഷ് വർമ്മ അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ ആളാണ്. അഭയ് വർമ്മയായിരിക്കുമോ, വിജേന്ദ്ര ഗുപ്തയായിരിക്കുമോ, രേഖാ ഗുപ്തയായിരിക്കുമോ എന്നൊക്കെയുള്ള ചർച്ചകളായിരുന്നു. ഒരുപടി കൂടെ കടന്ന് വനിതാ മുഖ്യമന്ത്രിയായിരിക്കുമെന്ന് പറയുന്നു. ആ വനിതാ മുഖ്യമന്ത്രി ചിലപ്പോൾ സുഷമ സ്വരാജിന്റെ മകളായിരിക്കുമെന്ന് പറയുന്നു, അല്ലെങ്കിൽ സ്മൃതി ഇറാനി ആയിരിക്കുമെന്ന് പറയുന്നു. അങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന പേരുകൾ അത് സത്യമാണെങ്കിൽ BJPയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരിക്കുമെന്ന് ഉള്ള കാര്യത്തിൽ തർക്കമില്ല. ഡൽഹിയിൽ ഒരു ദളിത് നേതാവിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഒരു ഒരുക്കം BJP നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJP കിരീടധാരണം ചെയ്യാൻ സാധ്യതയുണ്ട് ഒരു ദളിത് മുഖ്യമന്ത്രിയെ. രവീന്ദ്ര ഇന്ദ്രരാജ് സിംഗ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അവസരം ലഭിച്ചേക്കാം എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഈ രവീന്ദ്ര ഇന്ദ്രരാജ് പട്ടികജാതി മുന്നണിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. രവീന്ദ്ര ഇന്ദ്രരാജ് സിംഗ് ഭവാന നിയമസഭാ സീറ്റിൽ നിന്നാണ് വിജയിച്ചിരിക്കുന്നത്. അദ്ദേഹം ആം ആദ്മി പാർട്ടി MLA ജയ് ഭവാൻ ഉപകറിനെ 31,475 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. രവീന്ദ്ര ഇന്ദ്രരാജ് പട്ടികജാതി മുന്നണിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കൂടെയാണ്. അവർ വളരെ കാലമായി ദളിത് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു വരികയാണ്. 50 വയസ്സുള്ള ഇന്ദ്രരാജ് തൊഴിൽപരമായ ഒരു ബിസിനസ്സുകാരനും ഡൽഹി സർവകലാശാലയിൽ നിന്നും ബിരുദം നേടിയ ഒരു വ്യക്തിയുമാണ്. തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം സമർപ്പിച്ച സത്യവാങ്മൂലം അനുസരിച്ച് ഒരു ക്രിമിനൽ കേസ് പോലും അദ്ദേഹത്തിന് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതും സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും രവീന്ദ്ര ഇന്ദ്രരാജ് സിംഗിനെ മുഖ്യമന്ത്രിയാക്കുന്നതിലൂടെ BJP എന്താണ് ഉദ്ദേശിക്കുന്നത്? BJPക്ക് ഇതൊരു വലിയ നാഴികക്കല്ലാണ്. ഒരുപാട് ലക്ഷ്യങ്ങൾ BJPക്ക് ഇനിയും കവർ ചെയ്യാൻ ഡൽഹിയിൽ സാധിക്കുമെന്നുള്ളതാണ്. ഒരു വശത്ത് രാജ്യമെമ്പാടുമുള്ള ദളിതർക്ക് ഒരു സന്ദേശം നൽകാൻ BJPക്ക് കഴിയും. അതേസമയം മറുവശത്ത് ദളിതർ, ഭരണഘടന തുടങ്ങിയ വിഷയത്തിൽ പ്രതിപക്ഷം നടത്തുന്ന ആക്രമങ്ങളുടെ മുനയൊടിക്കാൻ BJPക്ക് സാധിക്കുമെന്നുള്ളതാണ് ഈ നീക്കത്തിൽ വിജയിച്ചാൽ BJPക്ക് ചെയ്യാൻ സാധിക്കുന്ന. മറുവശത്ത് ഡൽഹിയിലെ ഗ്രാമപ്രദേശങ്ങളെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് BJPയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. ഭവാനയ്ക്ക് പുറമെ നരേല, മുൻകാർ, റിത്താന, ബത്ലി, ബിജുവാസൻ, നജഫ്ഗഡ്, മദിയാല, പാലം, ഛത്തപ്പൂർ എന്നിവിടങ്ങളിലെ വോട്ടർമാർ BJPയുടെ ഒരു വിജയത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ആ പങ്ക് വഹിച്ച ആ ഗ്രാമപ്രദേശങ്ങളിലെ ആൾക്കാരെ BJPക്ക് സന്തോഷിപ്പിക്കാൻ സാധിക്കും. പോരാത്തതിന് BJPയുടെ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ ഭരിക്കുന്നത് ഒരു ദളിത് മുഖ്യമന്ത്രിയാണ് എന്നുണ്ടെങ്കിൽ രാജ്യം അത് വലിയൊരു മറ്റൊരു തലത്തിലേക്ക്, അതായത് വേറൊരു ഇമേജ് തന്നെ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടും BJPക്ക് എന്നുള്ളതും അവരുടെ അജണ്ടയിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.